Adobe Illustrator പറ്റി എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന വീഡിയോ സീരീസിലെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഈ സീരീസിൽ വരുന്ന എല്ലാ വീഡിയോസും ഞാൻ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3D ഓപ്ഷൻസിൽ വന്നിട്ടുള്ള കുറേ അപ്ഡേറ്റ്സ് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് സമയങ്ങളെ അത് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഒരു ആർട്ട് ബോർഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ടൈപ്പ് ടൂൾ എടുത്തിട്ട് ഇവിടെ ഞാൻ സ്റ്റേ ഇൻസ്പയർഡ് എന്ന് എഴുതുന്നു. നമുക്ക് കുറച്ച് വലുതാക്കാം. ഇതിന് ഫോണ്ടൊന്ന് മാറ്റിയിട്ട് ഈ ഫോണ്ട് കൊടുക്കാം, സ്റ്റേ ഇൻസ്പയർഡ്. ഇനി നമുക്കിതിനൊരു റെഡ് കളർ കൊടുക്കാം. ഓക്കെ, റെഡല്ല, റെഡ് പോലെ ഒരു കളറാണ്. ഇനി നമുക്ക് എഫക്റ്റിൽ വന്നു കഴിഞ്ഞാൽ 3D ആൻഡ് മെറ്റീരിയൽസ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്കിവിടെ 3D ക്ലാസിക് എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പഴയ 3D ഓപ്ഷൻസാണ്. ഇതിൽ നിന്ന് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷനാണ് ഇപ്പോൾ നമുക്ക് പുതിയ അപ്ഡേറ്റിന് ശേഷം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ എക്സ്ട്രൂഡ് ആൻഡ് ബെവൽ എടുക്കുകയാണ്. ഇത് പുതിയതാണ്. നമ്മൾ നോക്കുമ്പോൾ തന്നെ ആ ഒരു കംപ്ലീറ്റ് ആ വിൻഡോ തന്നെ മാറിയിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. ഇതിൽ നമുക്കിപ്പോൾ ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ 3D റൊട്ടേഷൻ നമുക്കിതാ ഇങ്ങനെ ഓരോ ആക്സിസും റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ ഇങ്ങനെ പറ്റും, അതേപോലെ ഇങ്ങനെ പറ്റും. വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ തിരിക്കാനുള്ള ഓപ്ഷനുണ്ട്. അതേപോലെ ഇവിടെ ഇങ്ങനെ തിരിക്കാനുള്ള ഓപ്ഷനുണ്ട്. അതേപോലെ ഇവിടെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമുക്കിവിടെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇവിടെ വന്നു കഴിഞ്ഞാൽ ലൈറ്റിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ലൈറ്റിങ്ങിൽ വരുമ്പോൾ തന്നെ നമുക്കിതാ ഇവിടെ പല ഓപ്ഷൻസ് ഇൻറ്റൻസിറ്റി, സോഫ്റ്റ്നെസ്, അങ്ങനെ ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇത് കുറച്ച് ഓപ്ഷൻസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഇതിൽ നമുക്ക് പുതിയൊരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഷാഡോ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. മുമ്പ് നമുക്ക് ഷാഡോ കൊടുക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ ഷാഡോ എന്ന് പറയുന്നൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇവിടെ ഉണ്ട്. ഡിസ്റ്റൻസ് ഒക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇതിൽ നമുക്കിപ്പോൾ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇത്തിരി ലോ ക്വാളിറ്റി ആയിട്ടായിരിക്കും നമുക്കിവിടെ പ്രിവ്യൂ കാണിക്കുന്നത്. ഇതിന് നമുക്ക് നല്ല ഹൈ ക്വാളിറ്റിയിൽ ഇതിൻ്റെ ഒറിജിനൽ ക്വാളിറ്റിയിൽ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, റേ ട്രേസിങ് ഓൺ ആക്കുക. എന്നിട്ട് ഹൈ എന്നുള്ളത് കൊടുത്തിട്ട് റെൻഡർ കൊടുക്കുക. ഇത് ഫുള്ളായിട്ട് ആ 3D ഇതിലോട്ട് നല്ല രീതിയിൽ ഹൈ ക്വാളിറ്റിയിലോട്ട് റെൻഡറായി വരാനുള്ള ടൈം എടുക്കും. നമ്മളുടെ സിസ്റ്റത്തിൻ്റെ സ്പെസിഫിക്കേഷനും കൂടെ ബേസ് ചെയ്തിരിക്കും എത്ര ടൈം എടുക്കും എന്നുള്ളത്. നമുക്കിനി സമയങ്ങളെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മളങ്ങനെ തിരിച്ച് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്കിവിടെ ഇതിൻ്റെ ക്വാളിറ്റി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഞാനൊന്ന് ക്ലോസ് ചെയ്തിട്ട് കാണിക്കാം. ഇത് ഇവിടെ നിന്ന് എടുത്ത് മൂവ് ചെയ്യരുത്. ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് ഒന്നേന്ന് റെൻഡർ ആവും. മൂവ് ചെയ്യാം, ആവശ്യമുണ്ടെങ്കിൽ മൂവ് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ റെൻഡർ ചെയ്യാനുള്ള ടൈം എടുക്കും. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഇതൊന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. നല്ല രീതിയിൽ റെൻഡറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വേറൊരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം. അതും ഇതിൽ നിന്നും കിടിലമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ സെലക്ട് ചെയ്യുന്നു, 3D ആൻഡ് മെറ്റീരിയൽസിൽ പോകുന്നു. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് മറന്നുപോയെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മളിത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സെയിം അപ്ലൈ ചെയ്ത എഫക്റ്റിന് ഒന്നുകൂടെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ 3D ആൻഡ് മെറ്റീരിയൽ എന്ന് വന്ന് കിടക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഇതിലോട്ട് വരും. ഇല്ലെങ്കിൽ പിന്നെ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഈ അപ്പിയറൻസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ 3D ആൻഡ് മെറ്റീരിയലാണ്. ഇത് ക്ലിക്ക് ചെയ്താലും സെയിം ഇത് തന്നെ ആയിരിക്കും വരുന്നത്. ഇനി ഞാൻ വേറൊരു കിടിലൻ സംഭവം കാണിച്ചു തരാം. അതിനുമ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. കാരണം ഇതേപോലത്തെ കിടിലൻ വീഡിയോസാണ് നമ്മൾ എപ്പോഴും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെറ്റീരിയൽസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. പല മെറ്റീരിയൽസ് ഇവിടെ അവൈലബിൾ ആണ്. ഇതിൽ നമുക്കൊരു നല്ലൊരു മെറ്റീരിയൽ നോക്കി ഇതിൽ കൊടുക്കാം. ഞാനിതിൽ മാർബിൾ പെയിൻ്റ് എന്നുള്ള കൊടുക്കാം. ഓക്കെ, അങ്ങനെ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. കിഡിലൊരു മാർബിളിൻ്റെ മെറ്റീരിയലാണ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഓഫ്
അടിപൊളി, എന്തൊരു ഒറിജിനാലിറ്റി. കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്തിട്ടില്ല, ഔട്ട്ലൈൻ ചെയ്തിട്ടില്ല ഈ ഒരു ടെക്സ്റ്റ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഈ ഇത് ആരോ മാർക്ക് വയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ കാണുന്നത്. വാവ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു കിടിലം എഫക്റ്റാണ്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലൊരു ടെക്സ്റ്റ് എടുത്തിട്ട് ഇതേപോലെ ലൈറ്റിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മെറ്റീരിയലൊക്കെ ആഡ് ചെയ്ത് നോക്കുക. ഇതാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ള നിങ്ങളുടെ അസൈൻമെൻറ്റ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.